First question. To fair die is ruled. Let x denote the number on the first die. Y equal to 0 or 1 according as the first die shows an even number or odd number respectively. Find the joint probability distribution of x and y, the marginal PDF of x and y, and third one is are x and y are independent. സോ ഈ കേസിൽ നമുക്കിവിടെ 2 ഡൈ ആണ് റോൾ ചെയ്തിരിക്കുന്നത്. അതിൽ എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇറ്റ് ഈസ് എ നമ്പർ ഓൺ ദ ഫസ്റ്റ് ഡൈ. എക്സ് ഈസ് ദ നമ്പർ ഓൺ ദ ഫസ്റ്റ് ഡൈ. സോ നമുക്ക് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഈസ് നമ്പർ ഓൺ ദ ഫസ്റ്റ് ഡൈ എന്നെടുക്കാം. അപ്പോൾ എക്സിന് എടുക്കാവുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? എക്സ് ഈസ് ഈക്വൽ ടു 1, 2, 3, 4, 5, 6. ഇനി നമുക്ക് വൈയുടെ വാല്യൂസാണ്. വൈ എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ 2 വാല്യൂസാണ് എടുക്കുകയുള്ളൂ. ഒന്നുകിൽ അത് 0 ആയിരിക്കും, അല്ലെങ്കിൽ 1 ആയിരിക്കും. വൈ ഈസ് ഈക്വൽ ടു 0 or 1 അക്കോർഡിംഗ് ആസ് ഫസ്റ്റ് ഡൈ ഷോസ് ആൻ ഈവൻ നമ്പർ ഓർ ഓഡ് നമ്പർ റെസ്പെക്റ്റീവ്ലി. ഫസ്റ്റ് ഡൈയിൽ, അതായത് എക്സ് ഫസ്റ്റ് ഡൈ ഷോസ് ആൻ ഈവൻ നമ്പർ ആണെങ്കിൽ, എക്സ് ഈവൻ നമ്പർ ആണെങ്കിൽ വൈ 0യും, എക്സ് ഓഡാണെങ്കിൽ വൈ 1 ആവും. അങ്ങനെ വൈക്ക് എടുക്കാവുന്ന വാല്യൂ 0 and 1. ഇനി ഇതിൻ്റെ ജോയിൻറ്റ് PDF കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടേബിൾ ഫോം ചെയ്യാം. ആ ടേബിളിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂസ് ഇവിടെ കൊടുക്കാം. എക്സ് എടുക്കുന്ന വാല്യൂസ് 1, 2, 3, 4, 5, 6. വൈക്ക് എടുക്കാവുന്ന 2 വാല്യൂസ് മാത്രമേ ഉള്ളൂ, 0യും 1ഉം. അപ്പോൾ നമുക്ക് ഈ ടേബിൾ കൺസ്ട്രക്റ്റ് ചെയ്യാം. ഈ ടേബിളിനുള്ളിലാണ് നമുക്ക് ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കിട്ടുന്നത്. സോ ആദ്യത്തെ സെല്ലെന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു 1 ആൻഡ് വൈ ഈക്വൽ ടു 0. അതായത് പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1 ആൻഡ് വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് 1 ആവുകയും വൈ 0 ആവുന്ന പ്രോബബിലിറ്റി എന്താണെന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. എക്സ് 1 എന്ന് പറഞ്ഞാൽ എക്സ് ഓഡാണ്. എക്സ് ഓഡാവുമ്പോൾ നമുക്ക് വൈ 1 ആണ് വരേണ്ടത്. പക്ഷേ ഇവിടെ വൈ 0 ആണ് വന്നിരിക്കുന്നത്. അത് പോസിബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് അവിടെ പ്രോബബിലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് അവിടെ നമുക്ക് 0 പ്രോബബിലിറ്റി ആണ്, അല്ലേ? എക്സ് 1 ആവുമ്പോൾ എക്സ് ഓഡ് നമ്പറാണ്. എക്സ് ഓഡ് നമ്പർ ആകുമ്പോൾ വൈ ഒരിക്കലും 0 എന്ന് വരത്തില്ല, വൈ 1 എന്നേ വരാൻ പാടുള്ളൂ. അതായത് അങ്ങനെ ഒരു കേസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് 0 ആണ്. ഒക്കുറൻസ് ഓഫ് ദാറ്റ് ഈവൻറ്റ് ഈസ് 0. ഇനി രണ്ടാമത്തെ കോളം നോക്കാം. എക്സ് ഈസ് ഈക്വൽ ടു 2. അതായത് എക്സ് ഒരു ഈവൻ നമ്പറാണ്. എക്സ് ഈവൻ നമ്പറും വൈ ഈസ് ഈക്വൽ ടു 0യും ആ കേസുണ്ട്, അല്ലേ? എക്സ് ഈവൻ നമ്പറും വൈ 0 ആവുന്നു. അതായത് എക്സ് 2 ആകുന്നു, വൈ 0 ആകുന്നു. അങ്ങനത്തെ പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ എത്ര രീതിയിൽ ഉണ്ടാകാമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. അതിൻ്റെ പ്രോബിലിറ്റിയാണ് എഴുതേണ്ടത്. ഇവിടെ ടോട്ടൽ എത്ര ഔട്ട്കംസ് ഉണ്ട്? 2 ഡൈ നമ്മൾ ത്രോ ചെയ്യുമ്പോൾ ആദ്യത്തെ ഡൈയിൽ 6 നമ്പേഴ്സ്, സെക്കൻഡ് ഡൈയിലും 6 നമ്പേഴ്സ്, അങ്ങനെ ടോട്ടൽ നമുക്ക് 36 ഔട്ട്കംസ് ആണ് ഉള്ളത്. അതിൽ എക്സ് ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ സെക്കൻഡ് ഡൈയിലും എക്സ് ഈവൻ നമ്പർ ആകുമ്പോൾ സെക്കൻഡ് ഡൈയുമായിട്ട് എത്ര കോമ്പിനേഷൻ വരാം? അതായത് 2, 1 വരാം, 2, 2 വരാം, 2, 3 വരാം, 2, 4, 2, 5 ആൻഡ് 2, 6. അതായത് എക്സ് 2 ആവുന്ന 1, 2, 3, 4, 5, 6 കോമ്പിനേഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 6 ആണ്. ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറയുന്നത് 36 ആണ്. അപ്പോൾ എക്സ് ഈവൻ ആയപ്പോൾ വൈ 0 എടുക്കുന്ന ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 6/36 ആണ്. ഇനി എക്സ് 3 ആവുന്നു, അത് എക്സ് ഓഡാവുന്നു, വൈ 0 ആവുന്നു. ആ കേസ് ഇല്ല എന്ന് പറഞ്ഞു, അപ്പോൾ അത് 0. ഇനി വീണ്ടും എക്സ് 4 ആവുന്നു, വൈ 0 ആവുന്നു. അത് എക്സ് ഈവൻ ആവുന്നു, വൈ ടേക്ക് ഡൗൺ ചെയ്യുന്ന വാല്യൂ 0 ആവുന്ന കേസ് ഉണ്ട്. അത് എന്താണ് അതിൻ്റെ പ്രോബിലിറ്റി എന്ന് അറിയാൻ ടോട്ടൽ ഔട്ട്കം നോക്കുക. എക്സ് 4 ആവുമ്പോൾ അതിൻ്റെ കോമ്പിനേഷൻസ് സെക്കൻഡ് ഡൈവായിട്ട് ഇതുപോലെ തന്നെ 4, 1, 4, 2, 4, 3, 4, 4, 4, 5, 4, 6 എന്ന് പറയുന്ന 6 ഔട്ട്കം ഉണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് 6/36 എന്ന് വരും. ഇതുപോലെ നമുക്ക് 5 എക്സ് ഓഡാണ്, അത് കോമ്പിനേഷൻ ഇല്ല. 6 എന്ന് പറയുമ്പം എക്സ് ഈവൻ ആണ്, 6ഉമായിട്ട് 6 കോമ്പിനേഷൻ വരും, 6/36. ഇനി അടുത്തത് നോക്കാം. അടുത്ത റോയിൽ എക്സ് 1, വൈ 1. അതായത് എക്സ് ഓഡാണ്, വൈയും 1 ആണ്. അപ്പം അത് പ്രോബിലിറ്റി ഉണ്ട്. എക്സ് ഓടാകുമ്പോൾ വൈ 1 ആണ്. അവിടെ എക്സ് ഓഡ് മീൻസ് എക്സ് 1 ആവാം. എക്സ് 1 ആകുമ്പോൾ നമുക്ക് എത്ര ഔട്ട്കംസ് ആണ് അവിടെ വരുന്നത്? എക്സ് 1 ആകുമ്പോൾ 1നോടുള്ള കോമ്പിനേഷൻ 1, 2, 1, 1, 1, 2, 1, 3, 1, 4, 1, 5, 5, 6 എന്ന് പറഞ്ഞാൽ 6 കോമ്പിനേഷൻ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന അതേപോലെ തന്നെ ഇവിടെയും കിട്ടും, 6/36. ഇനി ഇവിടെ എക്സ് ഈവൻ ആണ്, വൈ 1 ആണ്. അതും
പോസിബിൾ അല്ല. എക്സ് ഈവനും ആകുമ്പോൾ വൈ 0 ആണ്. അപ്പോൾ അത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് അത് 0 ആണ്. അടുത്തത് എക്സ് 3. എക്സ് ഒരു ഓഡാണ്, വൈ 1 ആണ്. അങ്ങനെയുള്ള 6 ഔട്ട്കംസ് ഉണ്ട്. അതായത് ഇവിടുത്തെ ഓഡ് നമ്പേഴ്സിനെല്ലാം നമുക്ക് 6/36 കിട്ടും, കാരണം വൈ 1 ആയതുകൊണ്ട്. ഈവൻ നമ്പേഴ്സിനൊക്കെ 0 വരും. 5 ഓഡ് ആയതുകൊണ്ട് ഓഡ് വിത്ത് 1 കോമ്പിനേഷൻ വരുന്നത് 6/36. അതുപോലെ നമുക്ക് ഈവൻ വിത്ത് 1 കോമ്പിനേഷൻ ഇല്ലാത്തത് കൊണ്ട് അത് 0 എന്നും വരും. അപ്പോൾ നമുക്കിവിടെ എക്സിൻ്റെയും വൈയുടെയും എല്ലാം ജോയിൻറ്റ് PDF എഴുതി. ഈ ടേബിൾ നമുക്ക് ജോയിൻറ്റ് PDF തരുന്നു. ഇനി ഇതിനകത്ത് നിന്ന് നമുക്ക് FXXും FYYയും എഴുതും. ഈ കോളത്തിൽ നമ്മൾ എഴുതുന്നത് FYY ആണ്. അതാണ് അതിൻ്റെ മാർജിനൽ പ്രോബബിലിറ്റി. അതായത് വൈ വാല്യൂസ് എടുക്കുന്നതിൻ്റെ പ്രോബബിലിറ്റിയാണിത്, വൈയുടെ വാല്യൂസിൻ്റെ ടോട്ടൽ പ്രോബബിലിറ്റി. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എഴുതുന്നത് FXX ആണ്. അതായത് ഓവർ ദ റേഞ്ച് ഓഫ് വൈ എക്സ് ഏതൊക്കെ വാല്യൂസ് എടുക്കാമെന്നുള്ളത്. അതായത് ഇതിൻ്റെ താഴേക്ക് നമുക്ക് നോക്കാം. എക്സ് 1 ആകുമ്പോൾ ഉള്ള പ്രോബിലിറ്റി 0 + 6/36, അതായത് 6/36. എക്സ് 2 ആകുമ്പം 6/36 + 0, ദാറ്റ് ഈസ് 6/36. എക്സ് 3 ആകുമ്പോൾ ഇറ്റ് ഈസ് 6/36. എക്സ് 4 ആകുമ്പോൾ ടോട്ടൽ 6/36 ആൻഡ് 6/36 6/36. അങ്ങനെ നമുക്ക് 4, 5, 6, 6 × 6 36/36. അപ്പോൾ ടോട്ടൽ പ്രോബിലിറ്റി നമുക്കിവിടെ 1 എന്ന് വരും. അതാണ് എക്സിൻ്റെ പ്രോബിലിറ്റി. ഇനി വൈയുടെ പ്രോബിലിറ്റി നോക്കുമ്പോൾ നമ്മൾ ഇത് ആഡ് ചെയ്യുക. 0 + 6/36 + 0 + 6/36 + 0 + 6, അതായത് 6 + 6 + 6 18/36. അതുപോലെ തന്നെ ഇവിടും എലോങ് ദിസ് റോ ഓൾസോ 18/36. സോ 18 + 18 എന്ന് പറയുമ്പോൾ 36/36. അപ്പോൾ നമുക്കിതൊന്ന് സെപ്പറേറ്റ് എഴുതാം. മാർജിനൽ പ്രോബിലിറ്റി ഓഫ് FXX എഴുതാം. അതായത് FXXൻ്റെ മാർജിനൽ പ്രോബിലിറ്റി നമ്മൾ എഴുതുമ്പോൾ എക്സിൻ്റെ വാല്യൂസ് നമുക്കിവിടെ കൊടുക്കാം. എക്സിൻ്റെ വാല്യൂസ് ഓക്കെ. സോ നമുക്കതൊരു രണ്ടിനെയും 2 സെപ്പറേറ്റ് ടേബിളായിട്ട് എഴുതിയാൽ നമുക്കതിൻ്റെ ലാസ്റ്റ് ഇൻഡിപെൻഡൻസ് നോക്കാൻ എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് എടുക്കുന്നത് 1, 2, 3, 4, 5, 6. അപ്പോൾ FXX നമുക്ക് എടുത്ത് ചെയ്താൽ മാർജിനൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് 6/36, 6/36, 6/36, 6/36 ആൻഡ് 6/36, 6/36. അതുപോലെ മാർജിനൽ പ്രോബബിലിറ്റി ഓഫ് വൈ എന്ന് പറയുന്നത് YFYY. അതിനെ നമുക്കൊരു ടേബിളായിട്ട് എഴുതാം. വൈക്ക് എടുക്കാവുന്ന വാല്യൂസ് 0യും 1ഉം മാത്രമാണ്. 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 18/36, 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 18/36. അപ്പോൾ ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ജോയിൻറ്റ് PDF, അത് ഈ ടേബിളിൽ നിന്ന് കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യന് ഫൈൻഡ് ദ മാർജിനൽ PDF ഓഫ് എക്സ് ആൻഡ് വൈ. അത് നമുക്കിവിടെ രണ്ടാമത്തെ സെറ്റായിട്ട് എഴുതി. ഇനി നമുക്കൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. ആർ എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ നമുക്ക് ഇത്രയും അറിയാം. 2 റാൻഡം വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ് ഇഫ് ദർ ജോയിൻറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ദാറ്റ് ഈസ് FXY എന്ന് പറയുന്നത് FXX × FYY ആണെങ്കിൽ അത് ഇൻഡിപെൻഡൻ്റ് ആണ്. എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻ്റ് ആണ്. അത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ നോക്കുക. ഫസ്റ്റ് കോളത്തിൽ FXX ദിസ് വൺ ഈസ് F01 ആണ്. F01 എന്ന് പറയുന്നത് F0യുടെയും F1ൻ്റെയും പ്രോഡക്റ്റാണോ നോക്കുക. അപ്പോൾ F01 ആണ്. അപ്പോൾ അത് നമുക്ക് FX വൈയുടെ വാല്യൂ 0യും എക്സിൻ്റെ വാല്യൂ 1ഉം വരുന്ന നോക്കാം. FY0 × എക്സിൻ്റെ വാല്യൂ 0യും വൈയുടെ വാല്യൂ 1 വരുന്നത്. അപ്പോൾ FX0 എന്ന് പറയുന്നത് FX1 ആണ്. F01 എന്ന് പറഞ്ഞാൽ നമ്മൾ F01 അല്ല, ഇവിടെ നമ്മൾ F10 എന്ന് കൊടുക്കണേ. F10 എന്ന് പറയുന്നത് FX1ൻ്റെയും FY0യുടെയും പ്രോഡക്റ്റാണ് നോക്കുക. അപ്പോൾ F10 നമുക്കിവിടെ 0 ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ. ഇനി F10 0 ആണ്. പക്ഷേ FX1 എന്ന് പറയുന്നത് ഇവിടെ നോക്കുക 6/36 ആണ്. FY0 എന്ന് പറയുന്നത് 18/36 ആണ്. That is obviously not equal to 0. So this is they are not independent. അപ്പോൾ നമുക്ക് ഈ ഏതെങ്കിലും ഒരു വേരിയബിൾ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും 2 ടേം എടുത്ത് തന്നെ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അത് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഇൻഡിപെൻഡൻ്റ് അല്ല എന്ന് പറയാം. അതായത് ഇതാണ് നമ്മളുടെ FX10 എന്ന് പറയുന്ന പ്രോബിലിറ്റി. അപ്പോൾ ഇത് F1ഉം
ഇത് FY0 അപ്പോൾ ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ 0 കിട്ടിയാൽ മാത്രമേ നമുക്കിത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണിത് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ.